മോർണിംഗ്. ഇന്നു മുതൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ഡിസ്കസ് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിക്കുകയാണ്. തിയറിയാണ്, അല്ലെ, സിദ്ധാന്തങ്ങളാണ്. വിച്ച് ഈസ് കൺസിഡേർഡ് ടു ബി ദ ബേസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനമാണ്. അടിസ്ഥാനപരമായിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ, പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. ഈ സങ്കല്പങ്ങളുടെ അല്ലെങ്കിൽ തത്വങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ടിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടത്. അത് നന്നായി മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ കൃത്യമായ രീതിയിൽ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ, അക്കൗണ്ടിങ് പഠിക്കുന്ന ആൾക്കാർ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് പ്രിൻസിപ്പിൾസും കൺസെപ്റ്റുകളൊക്കെ ലഭ്യമായിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ കുറേ പ്രിൻസിപ്പിൾസും കൺസെപ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? അത് ഈ പ്രിൻസിപ്പിളുകളും കൺസെപ്റ്റുകളും എന്നൊക്കെ പറയുന്നത് ചില നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ്. എങ്ങനെ കണക്കുകൾ എഴുതണം, ഏത് രൂപത്തിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കണം എന്നതിനുള്ള ചില നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ പ്രിൻസിപ്പിളും കൺസെപ്റ്റും കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്, അല്ലേ? എന്തിനാണ് അങ്ങനെ ചില നിയമങ്ങളും നിർദ്ദേശങ്ങളുടെയൊക്കെ ആവശ്യകത? എന്താണ്? To make sure that there is uniformity in the accounting reports or in the financial statements. ബിസിനസ് സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകളുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, അല്ലേ? അതിനൊരു യൂണിഫോമിറ്റി വേണം. യൂണിഫോമിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേ രൂപത്തിൽ തന്നെ തയ്യാറാക്കണം, അല്ലേ? വേണ്ടേ? അങ്ങനെ എല്ലാവരും ഒരേ രൂപത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയാൽ മാത്രമേ ഒരു സ്ഥാപനത്തിൻ്റെ കണക്കും വേറൊരു സ്ഥാപനത്തിൻ്റെ കണക്കുകളും തമ്മിൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും ഒരേ രൂപത്തിലാണ് കണക്കുകൾ എഴുതുന്നത് എന്ന് ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് ചില റൂൾസും ചില ഗൈഡ് ലൈൻസും മാർഗനിർദ്ദേശങ്ങളൊക്കെ നിലവിലുണ്ട്, അല്ലേ? അതനുസരിച്ച് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും കണക്ക് എഴുതി കഴിഞ്ഞാൽ എല്ലാവരുടെയും കണക്കുകൾ ഏകദേശം ഒരേ രൂപത്തിലായിരിക്കും. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളെല്ലാം ഒരേ രൂപത്തിലായിരിക്കും, അല്ലേ? ഫൈൻ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചില ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. പൊതുവായി അംഗീകരിക്കപ്പെട്ട അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അതിന് ഷോർട്ടായിട്ട് ഗ്യാപ്പ് എന്ന് പറയും. എന്താണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് റെഫേഴ്സ് ടു ദ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. ചില നിയമങ്ങളും ചില നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ്, അല്ലേ? അഡോപ്റ്റഡ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അത് എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? എന്തിനാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്? റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തി വെക്കുമ്പോഴും അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അഡോപ്റ്റ് ചെയ്യേണ്ട, ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് അതൊക്കെ സ്വീകരിക്കുന്നത്? ഇൻ ഓർഡർ ടു ബ്രിങ് യൂണിഫോമിറ്റി ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരു യൂണിഫോമിറ്റി വേണം. എല്ലാവരും ഒരേ രൂപത്തിലാണ് തയ്യാറാക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ റൂൾസും ഗൈഡ് ലൈൻസുമാണ് എന്ത്? ഗ്യാപ്പ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ അവസാനം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു, അല്ലേ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാവരുടെയും ഒരേ രൂപത്തിലായിരിക്കണം എന്ന് പറഞ്ഞു, അല്ലേ? എന്തിനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ബാലൻസ് ഷീറ്റിനെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും. ഇപ്പോഴിത്ര മനസ്സിലാക്കുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇത് രണ്ടെണ്ണമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് സാമ്പത്തിക സ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്നത് ഒരേപോലെയാണെന്ന് ഉറപ്പുവരുത്താനാണ് എന്ത് നിലവിലുള്ളത്? ഗ്യാപ്പ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നിലവിലുള്ളത്. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ തുടക്കത്തിൽ മനസ്സിലാക്കി വെക്കുക.
ദീസ് റൂൾസ് അല്ലെങ്കിൽ ദീസ് പ്രിൻസിപ്പിൾസ് ആർ കാൾഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ്. ഞാൻ പറഞ്ഞു ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളെ പല പേരിൽ പറയാറുണ്ട്. പ്രിൻസിപ്പിൾസ് എന്ന് പറയാറുണ്ട്, തത്വങ്ങൾ എന്ന് പറയാറുണ്ട്, കൺസെപ്റ്റുകൾ ധാരണകൾ എന്ന് പറയാറുണ്ട്, കൺവെൻഷൻസ് സമ്പ്രദായങ്ങൾ എന്ന് പറയാറുണ്ട്, പോസ്റ്റുലേറ്റ്സ് സങ്കല്പങ്ങൾ എന്ന് പറയാറുണ്ട്, അസംഷൻസ് അനുമാനങ്ങൾ എന്ന് പറയാറുണ്ട്, മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് അങ്ങനെ മോഡിഫൈ ചെയ്ത തത്വങ്ങൾ എന്ന് പറയാറുണ്ട്. പല പേരിൽ പറയാറുണ്ട് കേട്ടോ. എല്ലാം സൂചിപ്പിക്കുന്നത് ഒന്ന് തന്നെയാണ്, ഈ പ്രിൻസിപ്പിൾസിനെ തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഈ തത്വങ്ങളെ, ഈ റൂൾസിനെയും ഗൈഡ് ലൈൻസിനെയും നമ്മൾ സാധാരണ രണ്ട് പേരിലാണ് പറയുക. കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയും. എല്ലാം ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ 13 പ്രിൻസിപ്പിളുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ അതിലെ ആദ്യത്തെ 3 പ്രിൻസിപ്പിൾസ് വിശദമായിട്ട് ചർച്ച ചെയ്യാൻ ശ്രമിക്കും. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റാണ്. ബിസിനസ് എൻറ്റിറ്റി, നമ്മൾ ഈ പദം അക്കൗണ്ടിങ് ടേംസ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബിസിനസ് ഓർഗനൈസേഷനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ പ്രിൻസിപ്പിൾ പറയുന്നു ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ബിസിനസ്സിൻ്റെ ഓണറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിന് ഓണറിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നിലനിൽപ്പുണ്ട്, എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് ഈ പ്രിൻസിപ്പിൾ പറയുകയാണ്. അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ ടു ബി ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. ബിസിനസ്സിനെയും ബിസിനസ്സിൻ്റെ ഓണറെയും രണ്ട് വ്യത്യസ്ത എൻറ്റിറ്റികളായിട്ടാണ് കണക്കാക്കേണ്ടത്. ആർ ടു ബി ട്രീറ്റഡ് ആസ് 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. അപ്പോൾ ബിസിനസ്സും ബിസിനസ്സിൻ്റെ മുതലാളിയും അല്ലേ, ഇവർ രണ്ടുപേരും 2 വ്യത്യസ്ത എൻറ്റിറ്റികളാണ്, രണ്ടാളും ഒന്നല്ല എന്നാണ് ഈ കൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ബിസിനസ്സിനെയും ബിസിനസ്സിൻ്റെ ഓണറും രണ്ടും ഒന്ന് തന്നെയാണെന്ന ധാരണയിൽ കണക്കുകൾ എഴുതാൻ പാടില്ല എന്ന് ഈ കൺസെപ്റ്റ് പറയുന്നു. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? രണ്ടും 2 വ്യത്യസ്ത എൻറ്റിറ്റികളാണ്, 2 വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് എന്ന ധാരണയിൽ വേണം നിങ്ങൾ കണക്കുകൾ എഴുതാൻ. മനസ്സിലാക്കുക, ഇത് അക്കൗണ്ടിങ് പർപ്പസിന് മാത്രമാണ് അല്ലേ. നിയമപരമായിട്ട് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പോ ഒക്കെ ആണെങ്കിൽ ഓണറും ബിസിനസ്സൊക്കെ ഒന്ന് തന്നെയാണ് നിയമപരമായിട്ട് പറയാം അല്ലേ. കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ മാത്രമാണ് ഓണറും പിന്നെ അതുപോലെ തന്നെ ബിസിനസ്സിനെയും 2 സെപ്പറേറ്റ് എൻറ്റിറ്റികളായിട്ടൊക്കെ കണക്കാക്കുക. അത് നിയമപരമായിട്ട്. നമ്മൾ നിയമപരമായിട്ടുള്ള കാര്യമല്ല പറയുന്നത്. എന്താ പറയുന്നത്? അക്കൗണ്ടിങ് പർപ്പസിന്, അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ, അക്കൗണ്ട് കണക്കുകൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? ബിസിനസ് വേറെയാണ്, അതിൻ്റെ ഓണർ വേറെയാണ്. ബിസിനസ് ഈസ് സെപ്പറേറ്റ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ സെപ്പറേറ്റ്. അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിക്കോട്ടെ, പാർട്ണർഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്പനി ആയിക്കോട്ടെ, ഏത് സ്ഥാപനത്തിൻ്റെ കണക്ക് എഴുതുകയാണെങ്കിലും കണക്കെഴുതുന്ന ആവശ്യത്തിനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? യു ഹാവ് ടു ഫോളോ ദ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് വിച്ച് സേസ് ബിസിനസ് ആൻഡ് ഓണേഴ്സ് ആർ ടു ബി ട്രീറ്റഡ് ആസ് 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. കണക്കെഴുതുമ്പോൾ നിങ്ങൾ ബിസിനസ്സിനെയും ബിസിനസ്സിൻ്റെ ഓണറെയും 2 വ്യത്യസ്ത എൻറ്റിറ്റികളായിട്ടാണ് കണക്കാക്കേണ്ടത്. ഫൈൻ. അപ്പോൾ ഈ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് മാത്രം പറഞ്ഞാൽ മതി അല്ലേ. ബിസിനസ് വേറെയാണ്, ബിസിനസ് ഈസ് സെപ്പറേറ്റ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ സെപ്പറേറ്റ്. ഫൈൻ. പക്ഷെ അതിൻ്റെ പർപ്പസ് എന്താണ്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവർ രണ്ടുപേരും 2 വ്യത്യസ്ത എൻറ്റിറ്റികളായതുകൊണ്ട്, ഒന്നല്ലാത്തതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഇടപാടുകൾ നമുക്ക് രേഖപ്പെടുത്തി വെക്കേണ്ടി വരും. ഇപ്പം ഞാൻ എൻ്റെ ക്യാഷ് എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയും രേഖപ്പെടുത്തേണ്ട അല്ലേ. അതേസമയം ഞാൻ എൻ്റെ ക്യാഷ് എടുത്ത് വേറൊരു വ്യക്തിക്ക് നൽകുകയാണെങ്കിൽ അതെനിക്ക് രേഖപ്പെടുത്തി വെക്കേണ്ടി വരും അല്ലേ, അയാൾക്ക് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ബിസിനസ്സും ബിസിനസ്സിൻ്റെ ഓണറും ഒന്ന് തന്നെയാണെന്ന് അനുമാനിക്കുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഇടപാടുകൾ രേഖപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലേ. അതേസമയം ഇവർ രണ്ടുപേരും 2 വ്യത്യസ്ത എൻറ്റിറ്റികളാണെന്ന് പറയുമ്പം ഇവർ തമ്മിലുള്ള ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കണം. അതായത് ബിസിനസ്സിലേക്ക് അതിൻ്റെ ക്യാപിറ്റൽ, മൂലധനം കൊണ്ടുവരുന്നത് ആരാണ്? ഓണറാണ് അല്ലേ. ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ ക്യാഷ് കൊണ്ടുവരുന്ന ആരാണ്? ഓണറാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് ഓണർ, അതിൻ്റെ മുതലാളി ക്യാഷ് കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ രേഖപ്പെടുത്തി വെക്കണം.
അങ്ങനെ കൊണ്ടുവരുന്ന തുകയെ നമ്മൾ ക്യാപിറ്റൽ എന്നാണ് പറയുക അല്ലേ. ഓക്കെ. അതേപോലെ ബിസിനസ്സിൽ നിന്ന് ഓണർ വല്ല ക്യാഷും എടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അതും നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. അങ്ങനെ വിഡ്രോ ചെയ്യുന്ന എന്താ പറയുക, ഡ്രോയിങ്സ് എന്നാണ് പറയുക അല്ലേ. ഓക്കെ. അപ്പോൾ ബിസിനസ്സും ബിസിനസ്സിൻ്റെ ഓണറും തമ്മിലുള്ള എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തണമെന്ന് ഈ എൻറ്റിറ്റി കൺസെപ്റ്റിലൂടെ നമുക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലാക്കി തന്നത്? ഇവർ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ്സിൽ രേഖപ്പെടുത്തി വെക്കണം. ഫൈൻ. അത് മാത്രമല്ല അല്ലേ, രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളാവുമ്പോൾ ബിസിനസ്സിൽ നിക്ഷേപിച്ച തുകയുണ്ടല്ലോ അല്ലേ, ബിസിനസ്സിലേക്ക് കടം തന്ന പോലെയാണ് അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ ഒരു ബിസിനസ്സിൽ ഓണർ എത്ര രൂപയാണോ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഉള്ളത്, അല്ലെങ്കിൽ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, അത്രയും തുക ബിസിനസ് അങ്ങേർക്ക് തിരിച്ചു കൊടുക്കാനുള്ള തുകയാണ് അല്ലേ. ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ള ആളെ നമ്മളെന്താ പറയുക, ക്രെഡിറ്റർ എന്നാണ് പറയുക അല്ലേ. ഓക്കെ. അപ്പോൾ ഓണർ അയാൾ ബിസിനസ്സിൽ എത്ര തുകയാണോ നിക്ഷേപം നടത്തിയിട്ടുള്ളത്, എത്ര തുകയാണോ ക്യാപിറ്റലായിട്ട് കൊടുത്തിട്ടുള്ളത്, അത്രയും തുകക്കുള്ള ക്രെഡിറ്ററായിട്ട് കൺസിഡർ ചെയ്യണം. അല്ലെങ്കിൽ ക്യാപിറ്റൽ, ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന തുകയെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. ആ തുക ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റിയാണ്, ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയാണെന്നും കൂടി ഈ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് മാത്രമാണ്, അക്കൗണ്ടിങ് പർപ്പസ് അല്ലേ. ഓക്കെ. അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകേണ്ട ധാരണയാണ്, ഈ സങ്കല്പമാണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ ടു ബി ട്രീറ്റഡ് ആസ് ടു സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. ബിസിനസ്സിനെയും അതിൻ്റെ ഓണറെയും രണ്ട് വ്യത്യസ്ത അസ്തിത്വങ്ങളായിട്ട് അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളായിട്ട് കാണണമെന്ന്, എൻറ്റിറ്റികളായിട്ട് കാണണമെന്ന് ഈ കൺസെപ്റ്റ് പറഞ്ഞു തരുന്നു. അതിൽ നിന്നൂടെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ്, അങ്ങനെ രണ്ട് വ്യത്യസ്ത എൻറ്റിറ്റികളായതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഇടപാടുകളെല്ലാം ബുക്കിൽ രേഖപ്പെടുത്തണമെന്നും, അതേപോലെ തന്നെ ഓണർ അയാൾ എത്ര തുകയാണോ ബിസിനസ്സിൽ ക്യാപിറ്റലായി നിക്ഷേപിച്ച് അത്രയും തുകയ്ക്കുള്ള കടക്കാരനായിട്ട് കണക്കാക്കുന്നു. ഓണർ ഈസ് ട്രീറ്റഡ് ആസ് ക്രെഡിറ്റർ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ഹിം ആസ് ക്യാപിറ്റൽ. എത്ര എമൗണ്ടാണോ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് ക്യാപിറ്റലായിട്ട്, അത്രയും തുകയുടെ കടക്കാരനായിട്ട്, ക്രെഡിറ്ററായിട്ട് കണക്കാക്കുന്നു. മാത്രമല്ല ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചോളം തിരിച്ചു നൽകേണ്ട ഒരു ബാധ്യതയാണെന്നും കൂടി നമ്മൾ ഈ എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം മനസ്സിലാക്കുന്നു. ഓക്കെ. ഫൈൻ. ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ, ബിസിനസ് ഹാസ് ഇൻഡെഫിനിറ്റ് ലൈഫ്. ബിസിനസ്സിൻ്റെ ലൈഫ്, കാലാവധി എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആണ്, ഒരു നിശ്ചിത കാലത്തേക്കല്ല, ഒരുപാട് കാലം ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ വേറെ രൂപത്തിൽ പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ബിസിനസ് firm would continue to carry out its operations for a long period. ബിസിനസ് ഫേം, ബിസിനസ് സ്ഥാപനങ്ങൾ വുഡ് കണ്ടിന്യൂ ടു ക്യാരി ഔട്ട്, തുടരും അല്ലേ, കണ്ടിന്യൂ ചെയ്യും. എന്ത്? ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഓപ്പറേഷൻസ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരും, ഒരുപാട് കാലം തുടരും. ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് ഒരുപാട് കാലം തുടരുമെന്ന് പറയുന്നത് ബിസിനസ് ഒരുപാട് കാലം നിലനിൽക്കുമെന്ന് ഗോയിങ് കൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നു. അല്ലെങ്കിൽ ആ ധാരണ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ കണക്കുകൾ എഴുതുന്ന സമയത്തും ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. സോ ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് പീരിയഡ്, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ബിസിനസ് ഹാസ് ഇൻഡെഫിനിറ്റ് ലൈഫ്, ബിസിനസ്സിന് ഒരുപാട് കാലം ലൈഫുണ്ട്. അല്ലെങ്കിൽ ബിസിനസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് കാലം തുടരും എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഓക്കെ. ഇനി നമുക്ക് ഒരു കൺസെപ്റ്റും കൂടി ഇന്ന് പഠിക്കാനുണ്ട്, വിച്ച് ഈസ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളന്ന് തിട്ടപ്പെടുത്തേണ്ട കൺസെപ്റ്റ് അല്ലേ. ഈ കൺസെപ്റ്റ് പറയുന്നത് എന്താണോ, ഏത് ട്രാൻസാക്ഷനാണ് നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തി വെക്കേണ്ടത് എന്നാണ് ഈ കൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഏത് ട്രാൻസാക്ഷനാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? മോണിറ്ററി ട്രാൻസാക്ഷൻസ്, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, or those transactions which can be expressed in terms of money, or those transactions which can be measured in terms of money.
ഏത് ട്രാൻസാക്ഷൻ, ഏത് ഇടപാടുകളാണ് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കേണ്ടത് എന്നാണ് ഈ കൺസെപ്റ്റ് പറയേണ്ടത്. അല്ലെങ്കിൽ ഏത് ഇടപാടുകൾ രേഖപ്പെടുത്താൻ പാടില്ല എന്നുകൂടി പറയുന്നു അല്ലേ. ഏത് മാത്രമേ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് മറ്റുള്ള ഇടപാടുകളൊന്നും രേഖപ്പെടുത്താൻ പാടില്ല എന്നാണ് അർത്ഥം അല്ലേ. ഓക്കെ, ഏത് ഇടപാടുകളാണ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത്? സാമ്പത്തിക ഇടപാടുകൾ, അല്ലെങ്കിൽ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുന്ന, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഇടപാടുകൾ, അല്ലെങ്കിൽ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഇടപാടുകൾ മാത്രമേ ബുക്കിൽ രേഖപ്പെടുത്താൻ പറ്റൂ എന്ന് ഈ പ്രിൻസിപ്പിൾ നമ്മളോട് പറയുന്നു. സോ ദിസ് കൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുന്ന ഇടപാടുകൾ മാത്രമേ ബുക്കിൽ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ അല്ലേ. ഇനി ബുക്കിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഒരു ബിസിനസ് സ്ഥാപനം 10 സെൻറ്റ് ലാൻഡ് മേടിച്ചു, ഭൂമി മേടിച്ചു. അപ്പോൾ ബുക്കിൽ 10 സെൻറ്റ് ഭൂമി എന്നാണോ എഴുതുക? അല്ല. എങ്ങനെ എഴുതുക? 10 സെൻറ്റ് ഭൂമി മേടിക്കാൻ നമുക്ക് 10 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഭൂമി എന്നാണ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്. പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. അതുപോലെ തന്നെ ഒരു ബിസിനസ് സ്ഥാപനം 10 ചെയർ മേടിച്ചു എന്ന് കരുതാം, ഫർണിച്ചറാണ് അല്ലേ. ഓക്കെ, അപ്പോൾ 10 ചെയറിനും കൂടി ഓരോ ചെയറിന് 200 രൂപ വെച്ചിട്ട് 2000 രൂപ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ബുക്കിൽ 10 ചെയർ എന്നല്ല രേഖപ്പെടുത്തുക. എന്താ എഴുതുക? 2000 രൂപയുടെ ചെയർ അല്ലെങ്കിൽ ഫർണിച്ചർ എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. ഒരു ബിസിനസ് സ്ഥാപനം 5 കമ്പ്യൂട്ടർ മേടിച്ചു. ഓരോ കമ്പ്യൂട്ടറിനും 9,000 രൂപയാണ്. അപ്പോൾ 2,50,000 രൂപയായി അല്ലേ. ഓക്കെ, അപ്പോൾ 5 കമ്പ്യൂട്ടർ എന്നല്ല ബുക്കിൽ രേഖപ്പെടുത്തി വെക്കേണ്ടത്. എങ്ങനെ രേഖപ്പെടുത്തി വെക്കേണ്ടത്? 2,50,000 രൂപയുടെ കമ്പ്യൂട്ടറുകൾ എന്നാണ് രേഖപ്പെടുത്തി വെക്കേണ്ടത്. അപ്പോൾ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുകയുള്ളൂ. പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ ബുക്കിൽ രേഖപ്പെടുത്താവൂ എന്നും ഈ കൺസെപ്റ്റ് പറയുന്നു. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരു മാനേജർ അപ്പോയിൻ്റ് ചെയ്യുന്നതും, അപ്പോയിൻമെൻറ്റ് ഓഫ് എ മാനേജർ, കാപ്പബിലിറ്റി ഓഫ് എംപ്ലോയീസിൻ്റെ കഴിവ്, ഇമേജ് ഓഫ് ഓർഗനൈസേഷൻ, ബിസിനസ്സിൻ്റെ പൊതുജനങ്ങൾക്കിടയിലുള്ള പ്രശസ്തി അല്ലേ, ഇതൊക്കെ ബിസിനസ്സിനെ സംബന്ധിച്ചോളം പ്രാധാന്യമുള്ള കാര്യമാണ്. പക്ഷെ അത് ബുക്കിൽ രേഖപ്പെടുത്തോ? ഫൈൻഡ് നോ പ്ലേസ് ഇൻ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓഫ് ദ ബാങ്ക് ഫേം. ബിസിനസ് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ ഇതിന് സ്ഥാനമില്ല, ഒരു സ്ഥാനവുമില്ല. നോ പ്ലേസ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനമില്ല എന്ന് പറയുമ്പോൾ അതൊന്നും നമ്മൾ എവിടെ രേഖപ്പെടുത്തില്ല? ബുക്സിൽ രേഖപ്പെടുത്തില്ല. ഏതൊക്കെയാണ് രേഖപ്പെടുത്താത്തത്? മാനേജർ അപ്പോയിൻ്റ് ചെയ്യുക, എംപ്ലോയീസിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ കഴിവുകൾ, എഫിഷ്യൻസി, ബിസിനസ്സിൻ്റെ ഇമേജ്, ഇതൊക്കെ എന്തുകൊണ്ടാണ് രേഖപ്പെടുത്താത്തത്? അതൊന്നും പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. എംപ്ലോയിയുടെ കഴിവ് ഇത്ര രൂപയുടെ കഴിവെന്നും പറയാൻ പറ്റുമോ? മാനേജർ അപ്പോയിൻ്റ് ചെയ്ത് ഇത്ര രൂപയുടെ മാനേജർ എന്ന് പറയാൻ പറ്റുമോ? ബിസിനസ്സിൻ്റെ പ്രശസ്തി ഇത്ര രൂപയുടെ ഇമേജ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെയൊന്നും നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തി വെക്കില്ല എന്നും ഈ കൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നു. ഫൈൻ. ഓക്കെ, അപ്പോൾ 3 പ്രിൻസിപ്പിൾ നമ്മളിന്ന് പഠിച്ചു. ആദ്യത്തേത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് എന്താ പറയുന്നത്? ബിസിനസ്സും ബിസിനസ്സിൻ്റെ ഓണറും 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണെന്ന് പറയുന്നു. ബിസിനസ് ഈസ് സെപ്പറേറ്റ് ആൻഡ് ഓണർ ഈസ് സെപ്പറേറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആകുമ്പം അതിലൂടെ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, ബിസിനസ്സും ബിസിനസ്സിൻ്റെ ഓണറും തമ്മിലുള്ള എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തി വെക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ രണ്ടാമത് മനസ്സിലാക്കിയ കാര്യം, ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിൽ എത്ര എമൗണ്ടാണോ ക്യാപിറ്റൽ കൊടുക്കുന്നത് അത്രയും തുകയ്ക്കുള്ള കടക്കാരനാണെന്നും ആ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചോളം തിരിച്ചു നൽകേണ്ട ബാധ്യതയാണെന്നും നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അത് പറയുന്നത് ബിസിനസ് ആസ് ഇൻഡെഫിനിറ്റ് ലൈഫ്. ബിസിനസ് ഒരുപാട് കാലം നിലനിൽക്കും, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് കാലം തുടരും എന്ന് ആ പ്രിൻസിപ്പിൾ പറയുന്നു. സോ അക്കോർഡിംഗ് ടു ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, business firm would continue to carry out its operations for a long period of time. മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റ് എന്താ പറയുന്നത്? പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന, അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഇടപാടുകൾ മാത്രമേ ബുക്കിൽ രേഖപ്പെടുത്തൂ എന്ന് ഈ കൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തരും. 3 പ്രിൻസിപ്പിൾ അല്ലേ, എളുപ്പമുള്ള പ്രിൻസിപ്പിളാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. അങ്ങനെ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ആസ് പെർ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഓണർ ഓഫ് എ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിൻ്റെ ഓണറെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെപ്റ്ററായിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടത് കണക്കാക്കേണ്ടത്? ക്രെഡിറ്ററായിട്ടാണോ കണക്കാക്കുന്നത്? കസ്റ്റമറായിട്ടോ കണക്കാക്കുന്നത്? അതോ സപ്ലയറായിട്ടോ കണക്കാക്കുന്നത്? ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അപ്ലൈഡ് ഇൻ ദ ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഉൾക്കൊള്ളിട്ടുള്ള അല്ലെങ്കിൽ അടങ്ങിയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് നിങ്ങളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ സാഹചര്യം എ എന്ന് പറയുന്നത് ബിസിനസ് ഹാസ് ഗോട്ട് ഇൻഡെഫിനിറ്റ് ലൈഫ്. ബിസിനസ്സിന് ഒരുപാട് കാലം ലൈഫുണ്ട് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏത്? ബി, ഓണർ ആൻഡ് ബിസിനസ് ഹാസ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. ഓണറിനും
അതുപോലെ തന്നെ ബിസിനസ്സും വേറിട്ട നിലനിൽപ്പുണ്ട്. രണ്ടും ഒന്നല്ല, വ്യത്യസ്ത നിലനിൽപ്പുള്ള എൻറ്റിറ്റികളാണെന്ന് പറയുന്ന ഇത് ഏതാണ്? മൂന്നാമത്തത് ക്വാളിറ്റി ഓർ കേപ്പബിലിറ്റി ഓഫ് എംപ്ലോയീസ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഗുണം അല്ലേ, കേപ്പബിലിറ്റി എന്ന് പറയുമ്പോൾ കഴിവ്. ഓഫ് എംപ്ലോയീസിൻ്റെ ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? നാലാമത്തത് ഡി, ക്യാപിറ്റൽ സപ്ലൈഡ് ബൈ ദ പ്രൊപ്പറേറ്റർ ഈസ് എ ലയബിലിറ്റി ടു ദ ബിസിനസ്. എന്താ പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ? ഓണറെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ പ്രൊപ്പറേറ്റർ സപ്ലൈ ചെയ്ത അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററിൽ കൊണ്ടുവന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ലയബിലിറ്റി ആണെന്ന് പറയുന്ന കൺസെപ്റ്റ് ഏത്? അപ്പം 4 കൺസെപ്റ്റ് ഏതാണെന്ന് നിങ്ങൾ ആൻസർ എഴുതാം. ഇതിന് അവസാനം ഒരു ചോദ്യം കൂടിയുണ്ട്. ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഓർ ഇവൻറ്റ്സ് ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ്. പണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ സംഭവങ്ങൾ മാത്രമേ ബുക്കിൽ രേഖപ്പെടുത്തൂ എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ് അല്ലേ. എന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഐഡൻറ്റിഫൈ ദ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് ഏതാണെന്ന് കണ്ടെത്താൻ പറയുന്നു. ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറയുന്നു, അത് വിവരിക്കാനും പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി തിങ്കളാഴ്ച തന്നെ സബ്മിറ്റ് ചെയ്യാം. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.